ഹായ് ഡിയേഴ്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് എന്താണെന്നറിയോ? നിങ്ങളുടെ ബന്ധത്തിൻ്റെ നിയന്ത്രണം നിങ്ങൾ ഏറ്റെടുക്കുമോ? അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് ഏതാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് 10 ഓഫ് സോർട്സ് ആണ്. അപ്പോൾ ഈ കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു റഫായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. അതായത് ഇതിന് മുമ്പുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര റഫായിരുന്നു. പക്ഷേ നിങ്ങളിപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ അവസാനത്തിലെത്തിയിരിക്കുകയാണ്. ഏറ്റവും മോശമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിന്നിലാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ അതിൻ്റെ ഒരു അവസാനത്തിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആ അവസ്ഥ നിങ്ങൾക്ക് പിന്നിലാണെന്ന്. കാരണം അതിൻ്റെ അവസാനത്തിലെത്തിയപ്പോൾ നിങ്ങൾ മുന്നിലെത്തിയല്ലോ. അപ്പോൾ ആ മോശമായ അവസ്ഥ നിങ്ങൾക്ക് പിന്നിലാണ്. ഇപ്പോൾ നിങ്ങളത് ലെറ്റ് ഗോ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ആ ഒരു അവസ്ഥയെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണമെന്നാണ് നമ്മളോടിവിടെ പറയുന്നത്. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഏസ് ഓഫ് വൺസ് ആണ്. നിങ്ങളിപ്പോൾ ശരിക്കും ആക്ഷൻ എടുക്കേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങളുടെ ഈ ലവ് ലൈഫിൽ നിങ്ങൾ ആക്ഷൻ എടുത്ത് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ അങ്ങനെ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയെ യൂസ് ചെയ്യണം. അപ്പോൾ റിസ്ക് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല ഇൻസ്പിറേഷൻ ഉണ്ടാകും. അപ്പോൾ റിസ്ക് ഏറ്റെടുക്കുവാനും അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനും നിങ്ങൾക്ക് നല്ല ഇൻസ്പിറേഷൻ ഉണ്ടാവും. നമ്മുടെ അടുത്ത കാർഡ് നമുക്ക് നോക്കാം. അടുത്ത കാർഡ് എന്ന് പറയുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഒരു വശത്ത് നിങ്ങൾ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ കൊടുക്കലാണെങ്കിലും വാങ്ങലാണെങ്കിലും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ മാത്രമാണിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാത്തിലും ഒരു ബാലൻസിങ് കൊണ്ടുവരേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര കിട്ടുന്നുവോ അത്ര തന്നെ നിങ്ങൾ തിരിച്ചു കൊടുക്കുകയും വേണം. അത്ര നിങ്ങൾ തിരിച്ചു കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഏതൊരളവിലാണോ കിട്ടുന്നത് അതേ അളവിൽ നിങ്ങൾ തിരിച്ചു കൊടുക്കുക. അതാണ് നമ്മളോട് ഇവിടെ ഈ 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അടുത്തത് ദ എംപറർ ആണ്. നിങ്ങളുടെ ബന്ധത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ നിങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു അനിശ്ചിതാവസ്ഥയോ ഇൻസെക്യൂരിറ്റിയോ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വഴിക്ക് വരുന്ന ഏതൊരു അവസ്ഥയെയും കൈകാര്യം ചെയ്യുവാൻ നിങ്ങളിപ്പോൾ ഏബിളാണ്. നിങ്ങൾക്ക് കഴിവുണ്ട്. നിങ്ങളുടെ മുന്നിൽ വരുന്ന എല്ലാ തടസ്സങ്ങളെയും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടെന്നാണ് നമ്മളോട് ഈ കാർഡുകൾ പറയുന്നത്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് വൺസ് ആണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഫയർ ഉണ്ടല്ലോ, അപ്പോൾ അത് സ്വീകരിക്കാൻ നിങ്ങൾ റെഡിയാണ്. അപ്പോൾ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഫയർ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മുന്നോട്ട് നയിക്കും. നല്ലൊരു ഇൻസ്പിറേഷനൊക്കെ തന്നിട്ട് നമ്മളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഗോളില്ലേ അതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആ ഫയർ ഇങ്ങനെ നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫയർ ഉണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാണ്. അതുപോലെ തന്നെ സ്നേഹത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയിട്ട് നിങ്ങളുടെ ഒരു ആഗ്രഹങ്ങളില്ലേ അതിനെയൊക്കെ നമ്മൾ പിന്തുടരുക. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ പാഷൻ എപ്പോഴും നിങ്ങളെ മുന്നോട്ട് നയിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഈ കാർഡുകളെല്ലാം പറയുന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലവ് ലൈഫിലെ ഒരു ബുദ്ധിമുട്ടേറിയ കാലഘട്ടത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ ഈ പെയിനും അല്ലെങ്കിൽ ഈ അവസ്ഥകളെല്ലാം ശരിക്കും മറക്കേണ്ട സമയമായിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം മറന്ന് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്രിയേറ്റീവ് എനർജിയും പാഷനും നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ കൊടുക്കുന്നതിലും വാങ്ങുന്നതിലുമൊക്കെ ഒരു ബാലൻസിങ് കണ്ടെത്തണം.
നിങ്ങൾ നിങ്ങളിൽ സ്വയം വിശ്വസിക്കുക. നിങ്ങൾ അർഹിക്കുന്ന സ്നേഹത്തിലേക്ക് നിങ്ങളെ നയിക്കുവാൻ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഫയർ ഉണ്ടല്ലോ, അതിനെ അനുവദിക്കണം. അപ്പോൾ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു സ്നേഹമുണ്ട്, ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഫയർ നിങ്ങളെ എത്തിക്കും. അപ്പോൾ അങ്ങനെ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ അതിനെ അനുവദിക്കുക മാത്രം ചെയ്താൽ മതി. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്.